Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനമാണ് ജെറമിയ 30-ാം അധ്യായം 8-ാം തിരുലിഖിതം. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 30 വേഴ്സ് 8. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ അവരുടെ കഴുത്തിലെ നുകങ്ങൾ തകർക്കും, കെട്ടുകൾ പൊട്ടിക്കും. നുകങ്ങൾ ഒടിക്കുന്നവനായ ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ അനേകരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും വിട്ടുപോകില്ല എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ദുർസ്വഭാവങ്ങൾ, തഴക്കദോഷങ്ങൾ, ദുശീലങ്ങൾ, രോഗങ്ങൾ, ശത്രുപീഡകൾ, ദുഷ്ടപിശാചിൻ്റെ ഉപദ്രവങ്ങൾ ഇതൊക്കെ സഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അങ്ങനെയുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ ഇത് കേൾക്കുന്നവരിൽ പലരും. എന്നാൽ ജീവിക്കുന്നവനായ കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തുകയാണ്, മക്കളെ തളരരുത്, മക്കളെ തളരരുത്. ജീവിക്കുന്ന ദൈവമായ കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഞാനും നിങ്ങളും ഈ നുഖങ്ങൾ വഹിച്ച് അങ്ങനെ നശിച്ചു പോകാൻ വേണ്ടിയല്ല. അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എല്ലാ ആധിപത്യങ്ങളെയും നിരായുധമാക്കി. അവൻ എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്. അച്ഛൻ ബാംഗ്ലൂർ കൺവെൻഷൻ നടത്തുമ്പോൾ അവിടെ ഒരു കുടുംബം അവരുടെ അനുഭവം പറഞ്ഞു. ഒരുപാട് കാലമായി, ഏതാണ്ട് 3 പതിറ്റാണ്ടിലധികമായി ഒരു തിന്മയ്ക്ക് അടിമപ്പെട്ട ഒരു സഹോദരിയെ ദൈവമായ കർത്താവ് തൻ്റെ വചനമയച്ച് എങ്ങനെ വിടുവിച്ചു എന്ന് അവർ പറയുകയുണ്ടായി. എൻ്റെ പേര് ലിസി ബെന്നി എന്നാണ്. RR നഗർ സ്വർഗറാണി ദേവാലയത്തിൽ. സ്വർഗറാണി ദേവാലയം എവിടെയത്? RR നഗർ ബാംഗ്ലൂർ. പറഞ്ഞോളൂ. അപ്പോൾ ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നിയേക്കാം, ഒരു തമാശ തോന്നുന്ന സാക്ഷിയാണ് പറയാൻ പോണേന്ന് എനിക്കിപ്പോ തോന്നണത്. പറഞ്ഞോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു. പക്ഷെ അതൊരിക്കലും എന്നിൽ നിന്ന് നീങ്ങിപ്പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടും ഇരുന്നില്ല. അത് സന്തോഷമായിട്ട് കൂടെ ഇരുത്തണമെന്ന് വിചാരിച്ചിരുന്ന ഒരു സംഭവമാണ്. എന്നിട്ട് പറഞ്ഞോളൂ. ചെറുപ്പം മുതലേ ഉള്ള ഒരു ശീലമായിരുന്നു അരി തിന്നുക എന്നുള്ളത്. ചോറ് കഴിക്കുകയാണോ എന്താ ഉദ്ദേശിക്കുന്നത്? റൈസ് എന്ന് പറഞ്ഞാൽ രണ്ടും പെടുമല്ലോ. ചോറ് തിന്നുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എപ്പോഴും അരി തിന്നുകൊണ്ടിരിക്കും. ഏകദേശം ഒരു 10-38 വർഷത്തോളം ഇത് തുടർന്നുകൊണ്ട് പോകുന്നതാണ് ഈ അരി തിന്നുന്ന ശീലം. എത്ര വർഷം? ഇപ്പൊ എനിക്ക് 44 വയസ്സുണ്ട്. ഇപ്പൊ ഒരു 2-ലോ 3-ലോ ഒക്കെ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ അരി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു അരി തിന്നണ ശീലം. അരി ചോറല്ല, അരി കഴിക്കണ ശീലം എപ്പോഴും കഴിക്കുമായിരുന്നു വീട്ടിൽ നിന്ന്. 38 വർഷമായിട്ട്. അതിപ്പോൾ 44 വയസ്സുണ്ട്. 2ാം ക്ലാസ്സിൽ വെച്ച് ഒരു ഓർമ്മയുടെ കാലം തൊട്ട് സംഭവമുണ്ട്. അരി കണ്ട കുറച്ചെടുത്ത് നമ്മൾ ഈ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വെക്കണ മാതിരി അരി കുറച്ച് പോക്കറ്റ് എടുത്ത് സ്കൂളിൽ പോയാൽ തിരിച്ചു വന്ന ഉടനെ ഓടിച്ചെന്ന് അരിയെടുത്ത് തിന്നുകയായിരുന്നു എൻ്റെ ജോലി. പിന്നെ അത് കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അരി തിന്നാൻ അവിടെ ചെല്ലുമ്പോൾ സാധിക്കുമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ മുഖ്യ പ്രശ്നം നമ്മൾ മറ്റേ പല കാര്യങ്ങളും പറഞ്ഞ് ആ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ ഇരിക്കും, ഇവിടെ ഓരോ മനുഷ്യന്മാർ കടന്ന് പെടാപ്പാട് ഞാൻ. പക്ഷേ ദൈവമേ, അപ്പൊ ഇത് നിസ്സാര വിഷയമല്ല കേട്ടോ. നമ്മള് എന്താ കല്യാണത്തിന്റെ സമയത്ത് ഈ കുട്ടിയുടെ ആകെ മുഖ്യ വിഷയം ഇതാണ്, പിള്ളേരുണ്ടാവുക. അതൊന്നുമല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അരി എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ വിചാരിച്ചു രണ്ടാഴ്ച കൂടുമ്പോൾ വെറുതെ വീട്ടിലേക്ക് വരിക, എന്നിട്ട് കുറച്ച് അരി. അത് ശരി. ഞാൻ മിക്കവാറും എൻ്റെ വീട്ടിലേക്ക് വരും. അപ്പോൾ അവിടെ അപ്പം എല്ലാവരും എന്നെ വഴക്കുറയും, എന്തിനാണ് ഇത്ര അരി നീ തിന്നോണ്ടിരിക്കണത്? അമ്മച്ചി എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പോൾ ആരും കാണാതെ കുറച്ച് അരി മുറി കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചിട്ട് അങ്ങനെ നമ്മൾ പണ്ട് ചില ചക്കയെല്ലാം കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് അതെല്ലാം എടുത്ത് കഴിക്കണം ചില ആളുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അതേമാതിരി അരി മുറി കൊണ്ട് ഒളിച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സേവിക്കുക. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂർക്ക് വന്നു. അപ്പോൾ പിന്നെ ആരുമില്ലല്ലോ, അപ്പം എൻ്റെ സൗകര്യം പോലെ ഇഷ്ടം പോലെ പേടിക്കാതെ കഴിക്കാമല്ലോ അരി. ബാംഗ്ലൂർ വന്ന് മേടിച്ച് വെച്ച്
അപ്പം ഇവിടെ പിന്നെ കുട്ടികൾക്ക് അറിവായപ്പോൾ അവർ ചോദിച്ചു അമ്മ എന്തിനാണ് എപ്പോഴും, അപ്പം അന്നൊക്കെ അവർ ചെറുതായിരുന്നു, വലുതായപ്പോൾ അവർ എന്നോട് ചോദിച്ചു അമ്മ ഇതിന് മാത്രം അരി എന്തിനാണ് എപ്പോഴും തിന്നുകൊണ്ടിരിക്കണേന്ന് ചോദിക്കും. ഹസ്ബൻഡും എന്നെ ഒരുപാട് വഴക്കൊക്കെ പറയായിരുന്നു. പക്ഷെ എന്നിട്ട് അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പിള്ളേരും ഹസ്ബൻഡും വീട്ടുകാരും ഭർത്താവിന്റെ വീട്ടുകാരും എല്ലാവരുടെ മുമ്പിൽ നാണക്കേട് സഹിച്ച് അരി തിന്നോണ്ടേ ഇരിക്കുക. എന്നിട്ട് വീട്ടിൽ പോയി എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് വന്നാൽ ആദ്യം അടുക്കളയിൽ ചെന്ന് ഒരു പിടി അരി എടുത്തുകൊണ്ട് വന്ന് അത് തിന്നിട്ട് പിന്നെ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. ദൈവമേ, ഈ കള്ളുകൂടിയന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതേമാതിരി തന്നെ വേറൊരു അഡിക്ഷൻ. ശരിക്കും അതെ, ടെൻഷൻ കൂടുമ്പോൾ കൂടുതലായിട്ട് അങ്ങനെ പുകവലിയുടെ മറ്റൊരു ടെൻഷൻ വരുമ്പോൾ അരി കഴിക്കുക. ഇനി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പോൾ അങ്ങനെ അരി അരക്കാനിട്ടാലും അത് അരച്ചു തീരുന്നവരെ അതിനകത്തുനിന്ന് ഇങ്ങനെ തിന്നോണ്ടേ ഇരിക്കും. അവിടെ ഈ അരകല്ലിട്ട് അരക്കണ്ടല്ലോ. ദൈവമേ, വല്ല സ്ഥലത്ത് ജോലിക്ക് പോകുന്നത് ഈ കഷ്ടത്തിലായാലും ഈ അരയ്ക്കാൻ്റെ അലിയുണ്ടല്ലോ, അതൊക്കെ അരക്കണോണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് വാരി വായിൽ കിട്ടോണ്ടേ ഇരിക്കും. അതായിരുന്നു സ്ഥിതി. അത് എന്നിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഞാൻ ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. കാരണം ഇതെനിക്ക് സന്തോഷമുള്ള വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനത്തെ കാര്യത്തെ ചിന്തിച്ചിട്ടില്ല. ഇത് പോകണമെന്നോ ഇത് മാറണമെന്നോ ചിന്തിച്ചിട്ടേ ഇല്ല. 38 വർഷമായി ഇതിങ്ങനെ എൻജോയ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനെ അരിതീറ്റ കൂടുതലായി. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വയസ്സ് കൂടുന്നതനുസരിച്ച് അരിതീറ്റയും കൂടുതലായി. തല ഇറങ്ങി ഇടയ്ക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലയിറക്കം വരും. അപ്പം ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് കിടന്നു പോകും. കണ്ണിലിരുട്ട് കയറുന്ന പോലെ ഭക്ഷണം കഴിക്കാൻ പോലും എഴുന്നേക്കാൻ പറ്റൂല. അപ്പം എനിക്ക് തോന്നി ഇനി അരിതീറ്റ കൂടുതലായതുകൊണ്ടാണോ ഇങ്ങനെ. പക്ഷേ ഹോസ്പിറ്റലിലൊന്നും ഞാൻ കാണിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ അഗ്നി കൺവെൻഷൻ, ദൈവമേ, ഈ അഭിഷേകാഗ്നിക്ക് വേണ്ടി എത്ര പണം മുടക്കിയാലും നഷ്ടമല്ല. കാരണം ഇതുപോലുള്ള ആത്മാക്കളെ രക്ഷിക്കാൻ ഈശോ കരുണയോടെ ചെയ്യുന്ന സംഭവം. ഞാൻ ഇവിടെ വന്ന് ലാസ്റ്റ് മാർച്ച് 19 ആയിരുന്നു അവസാന ദിവസത്തെ കൺവെൻഷൻ. അപ്പോൾ ആ കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ അപ്പോൾ പുറത്തു പോയി എപ്പോൾ ചെന്നാലും വേഗം അടുക്കളയിലോട്ട് ഓടി പാത്രം തുറന്ന് അരിയെടുക്കുമായിരുന്നു. നമുക്ക് പുകവലി കണ്ടവാനായി കഴിഞ്ഞ ചെയിൻ സ്മോക്കർ എന്ന് കണ്ടല്ലേ, അവർക്ക് ഇത്തിരി നേരം പുക വലിക്കാതിരുന്നാൽ പള്ളിയിൽ അങ്ങനെ പോയി തിരിച്ചു വന്ന് ഓടിപ്പോയി എടുത്ത് മുക്കുമുക്കുമാന്ന് പറഞ്ഞ് 2-3 ഒന്നിച്ച് വലിക്കും. അതേമാതിരിയാണ് പുറത്ത് പോയി തിരിച്ചു വന്നാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സഹോദരിയുടെ സ്ഥിതി. അരിപ്പെട്ടി തുറക്കുക, വാരി കഴിക്കുക. ഇതായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു, കഴിഞ്ഞ വർഷം കൺവെൻഷൻ കഴിഞ്ഞ് ഓടി ചെന്ന് വാരി കഴിക്കാൻ നോക്കി. എന്നിട്ടോ കഴിക്കാൻ നോക്കി അടുക്കളയിലിട്ട് വന്നു. പക്ഷെ എനിക്ക് അരിപാത്രത്തിന്റെ മൂടി തുറക്കാൻ പറ്റുന്നില്ല. ചെല്ലും കൈ ഇങ്ങോട്ട് തന്നെ വരുന്നു. അതായത് അരിപാത്രത്തിന്റെ മൂടി ഉണ്ടല്ലോ, അത് 38 വർഷം വലിച്ചു നല്ല പ്രാക്ടീസ് ഉള്ള സംഭവമാണ്. പക്ഷെ ഈ കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നി കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഓടിച്ചത് അരിപാത്രത്തിന്റെ മൂടി വലിക്കാൻ നോക്കുന്നു. കൈ അങ്ങോട്ട് ചെല്ലും, കൈ ഇങ്ങോട്ട് പോരും, വലിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ മുറി പോയിരുന്നിട്ട് പിന്നെയും പോയി അടുക്കളയിലേക്ക്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പരിസരം ഒഴിച്ച് തിരിച്ചു വന്നിരുന്നു. പിന്നെ എഴുന്നേറ്റു, ഇത് വിടാൻ പറ്റില്ല. പിന്നെ എഴുന്നേറ്റു പോയി. എന്നിട്ട് പിന്നെയും അരിപാത്രത്തിന്റെ അടുത്ത് വരെയും ചെല്ലും കൈ. പക്ഷെ എനിക്ക് അതിൽ വെക്കാനും പറ്റുന്നില്ല, തുറക്കാനായിട്ടുള്ള ഒരു ഇതും തോന്നുന്നില്ല. കൈ ഇങ്ങോട്ട് പുറകിലേക്ക് തന്നെ പോരുന്നു. വീണ്ടും പോയി അവിടെ ഇരുന്നു. പിന്നെ അപ്പൊ ഞാൻ അതായത് ഈ ഏതോ പണ്ടൊരു ചിത്രത്തിൽ കണ്ട മുന്തിരിങ്ങാക്കി ചാടും, കുറെ നേരം ചാടും, പിന്നെ കുറച്ചു നേരം വന്നിരിക്കും, പിന്നെയും പോയി ചാടും, പിന്നെയും കുറച്ച് നേരം വന്ന്. അതേമാതിരി ഈ അരിപ്പാത്രത്തിനടുക്ക് പോകും, തുറക്കാൻ നോക്കും, പിന്നെ വന്നിരിക്കും. കുറേ കഴിഞ്ഞ് വീണ്ടും ഉപേക്ഷിക്കാൻ തോന്നില്ല, പിന്നെയും പോകും, തുറക്കാൻ നോക്കും, പിന്നെയും വന്നിരിക്കും. ഇങ്ങനെ കുറേ നേരം ടയർഡായി. എന്നിട്ട് അപ്പോൾ ഇല്ല ഇത് അപ്പോൾ എനിക്ക് ആരോ ഉള്ളിൽ നിന്ന് പറയുന്ന പോലെ പറഞ്ഞു, ഇത് നിൻ്റെ അടുത്തുനിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ് ഇതെന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വരം, ഇനി നിനക്ക് കഴിക്കാൻ പറ്റൂല, കാരണം ആ സ്വഭാവം നിന്നിൽ നിന്ന് എടുത്തു മാറ്റി യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താൽ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നൊരു സ്വരം കേൾക്കുക. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അത് ഉപേക്ഷിച്ച് ഇപ്പോൾ 1 വർഷമായി. അല്ലെങ്കിൽ താഴെ പോണ അരി പോലും ഞാൻ വാരി തിന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒരു അരി ഇങ്ങനെ ആ അരി ഇങ്ങനെ എടുത്ത് തിന്നു. അത്രയും പണ്ട് ഈ വീടിക്കുറ്റി കടന്ന എടുത്ത് വലിക്കണല്ലേ, അതേമാതിരി. ഇപ്പോൾ 1 വർഷമായി എനിക്ക്. ഞാൻ ഓർത്ത് പിറ്റേ ദിവസം ചിലപ്പോൾ എനിക്ക് തിന്നാൻ പറ്റുമായിരിക്കും എന്ന് ഓർത്ത് ആദ്യത്തെ ദിവസം പരാജയപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതിങ്ങനെ സ്വരം കേട്ടാലേ അത് ചിന്തിക്കുകയാണ്, സാരമില്ല
നാളെ അരി ഇടണമല്ലോ. അപ്പോ നാളെ എന്തായാലും ഇന്ന് തുറക്കാൻ പറ്റും. നാളെ കഞ്ഞി വെക്കണമല്ലോ, അടുപ്പത്തെ അരി ഇടണല്ലോ. അപ്പൊ എന്തായാലും അരി എടുക്കുമല്ലോ. അത് കൂടി 2 ഞാൻ വാരി കഴിക്കുന്നു. 2 പിടി ഞാൻ വാരി വാരിയിടുന്ന് ചിന്തിച്ച്. അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് അതിൽ നിന്ന് 1 മണി അരി പോലും എനിക്ക് തിന്നാനായിട്ട് തോന്നി. പിറ്റേ ദിവസമായിട്ട് പിന്നെ ഇന്ന് വരെ 1 മണി അരി. കഴിഞ്ഞ മാർച്ച് മാസം 19-ാം തീയതി കഴിഞ്ഞ വർഷത്തെ ആ അഭിഷേകത്തിന് കൺവെൻഷൻ കൂടി അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ ഇന്ന് വരെ 1 മണി അരി തിന്നാൻ പിന്നെ തോന്നി. യേശുവേ നന്ദി. കംപ്ലീറ്റ് അത് ഹീലിംഗ് ആണ് ഈശോ കൊടുത്തത്. ഞാൻ അപ്പോൾ അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം മാർച്ച് 19-ാം തീയതി അവസാന ദിവസം കൺവെൻഷനിൽ ഇവിടെ ഒരു വീഡിയോ കാണിച്ചായിരുന്നു. 2.5 വർഷം മുൻപ് കുടുംബനാഥൻ വീട് വിട്ടുപോയിട്ട് 2.5 വർഷത്തിന് ശേഷം തിരിച്ചു വന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരമ്മച്ചി അട്ടപ്പാടിയിൽ പോയി. ഞാൻ ഓർക്കണ്ട, അത് ശരിയാ, നിങ്ങൾ ഇപ്പോൾ ഓർക്കണ്ടാവും. എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ആ ഭർത്താവിനെ തിരിച്ചു കൊടുത്ത കാര്യം. അപ്പോൾ അത് ആ സാക്ഷി കഴിഞ്ഞ വർഷം കേട്ടു. ആ അമ്മച്ചിയാണ് ഞാന്. അപ്പൊ ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അച്ഛനോട് എനിക്ക് ക്ഷമ പറയാനുണ്ട്. അച്ഛനോട് ഒത്തിരി, കാരണം അച്ഛൻ പറഞ്ഞു, വീഡിയോ പ്ലേ ചെയ്യണതിന് മുമ്പാണ് അച്ഛൻ പറഞ്ഞത് ആ അമ്മച്ചി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കി കാണിക്കണോന്ന് പറഞ്ഞ്. പക്ഷെ പേടിച്ചിട്ട് കൈ പൊങ്ങിയില്ല. അപ്പൊ അന്ന് ആ ഭർത്താവ് 2.5 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പോയ ഭർത്താവും വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ച്, അപ്പോൾ എനിക്ക് വളരെ വിഷം. അപ്പോൾ ഇവിടെ വെച്ച് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഇടവകയിലെ ആളുകളൊക്കെ ചോദിച്ച്, ലിസി എന്താണ് കൈപൊക്കാഞ്ഞത്? അച്ഛൻ കൈപൊക്കി കാണിക്കാൻ പറഞ്ഞിട്ട് കൈപൊക്കി കാണും. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ കുറേ പേര് എന്നെ ഫോണിൽ വിളിച്ച് ചോദിച്ച്, ചേച്ചി എന്താ കൈപൊക്കാഞ്ഞ്? അപ്പോൾ എനിക്ക് അതിലും വലിയ വിഷമമായി. പിന്നെ ഞാൻ ക്ഷമിച്ചു. ആ സമയത്ത് നമ്മുടെ ഹ്യൂമൻ, പക്ഷെ ആ സങ്കടത്തോടു കൂടിയാണ് ഞാൻ വീട്ടിൽ ചെന്നത്. അരിയും പോയി. അപ്പൊ അച്ഛൻ്റെ മുമ്പിൽ കൈവൊക്കി കാണിക്കാഞ്ഞത് കൊണ്ട് എനിക്ക് പിന്നീട് അതുകൊണ്ടാണെന്ന് ഞാൻ ഓർത്തു. അപ്പൊ അതുകൊണ്ട് ഈശോ സുഖപ്പെടുത്തിയതാ. നീ ടെൻഷൻ പിടിക്കാതിരിക്കുക. കൂൾ ഡൗൺ, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞേ. ഹല്ലേലൂയ. ദൈവമേ, ആ ചേച്ചിയില്ലേ, ആ സാക്ഷ്യം പ്ലേ ചെയ്ത സമയത്ത് ഈശോ സന്തോഷിച്ച് ഒരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്ക് ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. 38 വർഷത്തോളമായിട്ടുള്ള ഒരു 3 പതിറ്റാണ്ട് അല്ലേ, 38 വയസ്സ് അല്ല, 38 വയസ്സല്ല, 38 വർഷത്തോളം ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് അത്. ഈ അരി വാരി വാരി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങോട്ട് കർത്താവ് കഴിഞ്ഞ മാർച്ച് 19 അഭിഷേകാഗ്നി കൺവെൻഷൻ്റെ ആരാധനയുടെ സമയത്ത് അങ്ങോട്ട് സുഖപ്പെടുത്തി. സുഖപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഫീലിംഗ് ഒന്നും ഉണ്ടാകുന്ന നിർബന്ധമില്ല. വീട്ടിൽ ചെന്ന് അരി വാരാൻ നോക്കണത് സാധിക്കുന്നില്ല. ഇവിടെ അങ്ങനത്തെ പല ആളുകൾ ഇരിക്കുന്നുണ്ടാവും. അരി ആയിരിക്കില്ല, വേറെ പലതരം ബന്ധനാവസ്ഥയുള്ളവർ. അത് കർത്താവിന് തുടച്ചു മാറ്റാൻ കഴിയും. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് വിടുതലുണ്ട്, വിടുതലിൻ്റെ ശക്തിയുണ്ട് എന്നുറക്കെ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 പത്രോസ് 2:24 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ്റെ ശരീരത്തിലെ അടിപ്പിണരുകളുടെ യോഗ്യതയാൽ, അവൻ്റെ മുറിവുകളുടെ യോഗ്യതയാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നത് കണ്ടിട്ട് ഞങ്ങളുടെ ഇവിടെയുള്ള എല്ലാ മറ്റു മതത്തിൽപ്പെട്ട ഒത്തിരി ആളുകൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അവരെല്ലാവരും ഹസ്ബൻഡ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നൊക്കെയാണ് ഒരുപാട് പേര് പറഞ്ഞിരുന്നത്. അവര് ഇനി ഒരിക്കലും ചിലപ്പോൾ തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് നാനാജാതി മതസ്ഥരുണ്ട്. അവർക്കെല്ലാം വലിയ സന്തോഷമായി. മാത്രമല്ല യേശുവിൽ ഭയങ്കര വിശ്വാസം. അതുകൊണ്ട് ഇപ്പോൾ ഈ അടുത്ത ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ മാസവും 1 വണ്ടി 2 വണ്ടി 3 വണ്ടി ആളുകൾ അട്ടപ്പാടി വന്ന് കൽക്കുരിശിൻ്റെ അവിടെ പ്രാർത്ഥിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ്. ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നല്ല ശക്തിയോടെ കൈയടിച്ച് കൈയടിച്ച് ഓ യേശുവേ. ಹೇಳಿ ತಲ್ಲಿ ಅದ್ಭುತವಾಗುವುದು. ಯೇಸುವಿನ ನಾಮ ಶಕ್ತವಾದ ನಾಮ, ನಂಬಿತಲ್ಲಿ ಗ್ರಹಿಸಿದಲ್ಲಿ ಅದ್ಭುತವಾಗುವುದು. ಹಾಡೋಣ ನಾವು ಕುಣಿಯೋಣ,
ಕೇಳೋಣ, ನಾವು ಹಾಡೋಣ, ಹಾಡೋಣ, ನಾವು ಕುಣಿಯೋಣ, ಹೇಳೋಣ, ನಾವು ಕೇಳೋಣ. ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ, കൈ ഉയർത്തി കൈയടിച്ച് ಯೇಸು ಯೇಸುವಿನ ನಾಮ, ಯೇಸು ಯೇಸು ಯೇಸುವಿನ ನಾಮ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Jesus is alive. Yes, Jesus is alive. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു ഇന്നും ജീവിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റിനും യേശു വളരെയധികമായി നൽകുകയാണ്. അതിൽ ഒരു മേഖലയാണ് ഡെലിവറൻസ്. ഡെലിവറൻസ്. കുരുക്കുകളിൽ ഇരിക്കുന്നവരെ കുരുക്കുകളിൽ നിന്ന് മോചിപ്പിക്കുന്നു. ചങ്ങലകളിൽ ഇരിക്കുന്നവരെ ചങ്ങലക്കെട്ടുകളെ അവിടെ നിന്ന് അഴിക്കുന്നു. നുഖങ്ങൾക്ക് അടിമയായ നുഖങ്ങൾ അവിടെ നിന്ന് ഒടിച്ചു കളയുന്നു. ബന്ധനത്തിലിരിക്കുന്നവരുടെ ബന്ധനങ്ങളെ അവിടെ നിന്ന് തകർക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യം വരുമ്പോൾ, യേശുവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ ഇതെല്ലാം അതിശയമായി സംഭവിക്കുന്നു. സങ്കീർത്തന പുസ്തകത്തിൽ 68-ാം അധ്യായം 7 മുതൽ 10 വരെ വാക്യങ്ങൾ, സാം 68 വേഴ്സസ് 7 to 10. അവിടെ നിന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, അങ്ങയുടെ ജനത്തിൻ്റെ മുമ്പിൽ അങ്ങ് നീങ്ങിയപ്പോൾ, മരുഭൂമിയിലൂടെ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. ദൈവ സാന്നിധ്യത്താൽ, ദൈവ സാന്നിധ്യം വരുമ്പോൾ പ്രപഞ്ചത്തിന് പോലും വ്യത്യാസം ഉണ്ടാകുന്നു. അങ്ങയുടെ ജനത്തിന് പോലും നീങ്ങിയപ്പോൾ, മരുഭൂമിയിൽ അങ്ങ് മുന്നേറിയപ്പോൾ, ദൈവ സാന്നിധ്യത്താൽ ഭൂമി കുലുങ്ങുകയും ആകാശം മഴ ചൊരിയുകയും ചെയ്തു. വീണ്ടും തുടർന്നുള്ള വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? സീനായി പോലും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ കുലുങ്ങിപ്പോയി. ദൈവമേ, അങ്ങ് ധാരാളം മഴ പെയ്യിച്ചു, അങ്ങയുടെ അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി. ദൈവവചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്ന സമയത്ത് സംഭവിക്കണമെന്ന്, അങ്ങ് ഉന്നതത്തിൽ നിന്ന് കൃപ വർഷിച്ച്, അങ്ങ് ഉന്നതത്തിൽ നിന്ന് ആത്മാവിനെ വർഷിച്ച് അങ്ങയുടെ അവകാശത്തെ പൂർവ്വസ്ഥിതിയിലാക്കി. തകർന്നവരെ തകർച്ചയിൽ നിന്ന് അവിടെ നിന്ന് രക്ഷിക്കുന്നു. ശാരീരികമായി രോഗത്തിരിക്കുന്നവരെ രോഗബാധകളിൽ നിന്ന് വിടുവിച്ച് ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. കടബാധിതരിക്കുന്ന കടബാധിതകളെ അവിടുന്ന് തൂത്തെറിഞ്ഞ് അവിടുന്ന് അവർക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു. അങ്ങയുടെ അവകാശത്തെ അവിടുന്ന് പൂർവ്വസ്ഥിതിയിലാക്കി. നമ്മുടെ ദൈവം അവകാശത്തെ, തൻ്റെ പ്രിയജനത്തെ പൂർവ്വസ്ഥിതിയിലാക്കുന്നവനാണ്. പൂർവ്വ മഹത്വത്തിലേക്ക് കൊണ്ടുവരുന്നവനാണ്. പൂർവ്വ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്നവനാണ്. അവിടുന്ന് കൈ തുറന്ന് അനുഗ്രഹിക്കുന്നവനാണ്. 145-ാം സങ്കീർത്തനത്തിൽ 16-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, കർത്താവ് കരം തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. സങ്കീർത്തനം 68-ാം അധ്യായത്തില് 10-ാമത്തെ വാക്യം, അങ്ങയുടെ അജഗണം അതിലൊരു വാസസ്ഥലം കണ്ടെത്തി. ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അങ്ങ് നൽകി. ദൈവമേ, ദൈവമേ, അങ്ങയുടെ നന്മയാൽ ദരിദ്രർക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകി. അങ്ങനെ കൃപയോടെ നൽകുന്നവനാണ് ദൈവമായ കർത്താവ്. ലേവ്യരുടെ പുസ്തകത്തിൽ 26-ാം അധ്യായം 11 തൊട്ട് 13 വരെ വാക്യങ്ങൾ, ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 26 വേഴ്സസ് 11 to 13. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്ന് നടക്കേണ്ടതിന് നിങ്ങളുടെ നുകത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ഹൃദയത്തിലെ വലിയൊരു സന്തോഷമാണ് നാം നിവർന്ന് നടക്കണം. നുകങ്ങൾക്ക് അടിമയായിരിക്കുന്നതിലല്ല നമ്മുടെ കർത്താവിൻ്റെ സന്തോഷം.
നമ്മുടെ കർത്താവ് സന്തോഷിക്കുന്നത് നമ്മുടെ നുഖങ്ങളെ എടുത്തൊടിച്ച് കളയുന്നതിലാണ്. നമ്മുടെ ചങ്ങലകളെ പൊട്ടിച്ച് നമ്മളെ സ്വതന്ത്രരാക്കുന്നതിലാണ് നമ്മുടെ കർത്താവിൻ്റെ സന്തോഷം. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഇന്ന് ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ വളരെ ശക്തമായ വിടുതലുകൾ, ഡെലിവറൻസ് കർത്താവ് ചൊരിയാൻ പോവുകയാണ്. ഓരോ മകനും മകളും നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിച്ച് ഈ ആരാധന സമയത്ത് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കണം. അനേക പതിറ്റാണ്ടുകളായി ബന്ധനത്തിലിരിക്കുന്ന ആത്മാക്കളെ ഇതാ കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സമയം പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക വർഷങ്ങളായി ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഓരോ കഠിനമായ അവസ്ഥകളെയും ഈശോയുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. സങ്കീർത്തന പുസ്തകം 55:22, നിന്റെ ഭാരം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടുന്ന് അത് ഏറ്റെടുക്കും. അവിടെ നിന്നെ താങ്ങിക്കൊള്ളും, അവിടുന്ന് അവരുടെ കരങ്ങളിലേക്ക് ഇത് ഏൽപ്പിക്കുക. അതികഠിനമായ തരം ദുഃഖഭാരമുള്ളവർ പറയുക, വിഷാദങ്ങളുള്ളവർ പറയുക, സങ്കടമുള്ളവർ പറയുക, എൻ്റെ ദൈവം എന്നെ വിടുവിക്കുന്നവനാണ്. പുറപ്പാട് 14:14, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അവിടുന്ന് വിടുതൽ നൽകുന്ന കർത്താവാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. വിടുതൽ നൽകുന്ന ദൈവം, വിടുതൽ നൽകുന്ന ദൈവം, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗപീഡയിൽ നിന്നും, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗപീഡയിൽ നിന്നും. കരങ്ങളടിച്ച് എല്ലാ ദൈവമക്കളും ഈ ആരാധന ചേരുക. അതിശക്തമായ ഡെലിവറൻസിന്റെ ആരാധന കർത്താവ് തരികയാണ്. നന്നായി കൈയടിച്ച് പാട്ടുപാടി ആരാധിക്കുന്നു. ദൈവം നമുക്ക് ജന്മം തന്നത് യുഗങ്ങൾ വഹിക്കാനല്ല, ദൈവം നമുക്ക് ജന്മം തന്നത് യുഗങ്ങൾ വഹിക്കാനല്ല. അടിമത്തത്തിൻ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിതനാകാനല്ല, അടിമത്തത്തിൻ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിതനാകാനല്ല. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നൽകുന്ന ദൈവം, നന്നായി ഉത്സാഹത്തോടെ നൽകുന്ന ദൈവം, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗപീഡയിൽ നിന്നും. കർത്താവേ, ഈ നിമിഷം അവിടുന്ന് കുടുംബങ്ങളെ അനേക അന്ധകാരത്തിന്റെ ആധിപത്യങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ കുരിശിൽ മറിച്ച യേശുവിന്റെ തിരുരക്തത്തിന്റെ അത്ഭുത ശക്തിയാൽ അന്ധകാര ആധിപത്യങ്ങൾ ഛിന്നഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ നമുക്ക് വിജയം നൽകാൻ പുത്രബലിയായി തീർന്നു, കുരിശിൽ നമുക്ക് വിജയം നൽകാൻ പുത്രബലിയായി തീർന്നു. ആധിപത്യങ്ങളും അധികാരങ്ങളും കുരിശിൽ കീഴിലമർന്നു, ആധിപത്യങ്ങളും അധികാരങ്ങളും കുരിശിൽ കീഴിലമർന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് വിടുതൽ നൽകുന്ന ദൈവം, യേശുവേ, വിടുതൽ നൽകുന്ന ദൈവം, യേശുവേ. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗപീഡയിൽ നിന്നും, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗപീഡയിൽ നിന്നും, രോഗപീഡയിൽ നിന്നും. രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി യേശു എന്ന അത്ഭുത നാമ ഉച്ചത്തിൽ വിളിക്കുന്ന പ്രിയ മക്കളെ, ബാലികാ ബാലന്മാർ, വിദ്യാർത്ഥിനികൾ, യുവതിവാക്കൻ, സകല മക്കളും യേശു എന്ന അത്ഭുത നാമത്തെ ഉറക്കെ വിളിക്കുക, ഉച്ചത്തിൽ വിളിക്കുക. ജീസസ് ഈസ് അലൈവ്.